നമസ്കാരം. ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ ഇയർ എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഒരു ടേബിൾ ആയിരുന്നു. കുറച്ച് ലീഡേഴ്സിനെ പറ്റിയുള്ള ഒരു ടേബിൾ, മോഡറേറ്റ് ലീഡേഴ്സിനെ പറ്റിയും എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെ പറ്റിയുമുള്ള ഒരു കമ്പാരിസൺ. അവരാരൊക്കെയാണെന്നും മോഡറേറ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ്, എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അതിന്റെ തുടർച്ചയായ ഒരു 3-4 സബ് ടോപ്പിക്കുകൾ, ചെറിയ ടോപ്പിക്കുകൾ, അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. അതായത് ഈ പാഠഭാഗത്തിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എല്ലാ ദിവസത്തെയും പോലെ തന്നെ ടെക്സ്റ്റ് എടുത്ത് കയ്യിൽ വെക്കുക, ക്ലാസ് കൃത്യമായി കേൾക്കുക, പറയുന്നത് മനസ്സിലാക്കുക. അടുത്ത ടോപ്പിക്ക് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. എന്താണ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്? ഒരു സംഘടനയാണ് കേട്ടോ, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു സംഘടനയാണ്. എന്താണെന്ന് നോക്കാം. ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ബൈ ആഗാ ഖാൻ ആൻഡ് നവാബ് സലീമുള്ള ഖാൻ ഇൻ ധാക്ക 1906. 1906 വർഷം കൃത്യമായി ഓർത്തിരിക്കുക. 1906 എന്ന് പറഞ്ഞാൽ 1906. ആരൊക്കെ ചേർന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് അല്ലെങ്കിൽ ഫോം ചെയ്തത്? ഫോംഡ് ബൈ ആഗാ ഖാൻ ആൻഡ് നവാബ് സലീമുള്ള ഖാൻ. രണ്ടുപേരാണ്, ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് 1906 എന്ത് രൂപീകരിച്ചത്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് അല്ലെങ്കിൽ ഫോം ചെയ്തത്. എവിടെ വെച്ചായിരുന്നു? ഡ്യൂറിംഗ് ദ മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഏത് സമയത്താ? ബംഗാളിന്റെ പാർട്ടീഷനെതിരായി അല്ലെങ്കിൽ ബംഗാൾ വിഭജനം 1905 നടന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞത്. 1905 നടന്ന ബംഗാൾ വിഭജനത്തിനെതിരായ സമരങ്ങൾ നടക്കുന്ന സമയത്താണ് എന്ത് രൂപീകരിച്ചത്? നമ്മുടെ ഈ പറഞ്ഞ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്. എവിടെയാണ്? ധാക്കയിൽ വെച്ചാണ്. ധാക്ക നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള സ്ഥലമാണല്ലോ. ഇന്നത്തെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് ധാക്ക. ആ ധാക്കയിൽ വെച്ചിട്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പുതിയൊരു സംഘടന രൂപം കൊണ്ടത്. 1906 എന്തിനെ തുടർന്നാണ്? ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. ആരൊക്കെ ചേർന്നുണ്ടാക്കിയതാണ്? ആഗാ ഖാൻ എന്ന് പറയുന്ന ആൾ, എന്താണ്, നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. കേട്ടോ മക്കളെ. ഇനി അടുത്ത ഹെഡിങ് ശ്രദ്ധിച്ചു. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രയത്നിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. അപ്പൊ അവരെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു പോകുന്നത്. അതിന്റെയൊക്കെ ഒരു ചെറിയ അംശം മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നുള്ളൂ. ഇവരെപ്പോ കിട്ടിയിട്ടുള്ള വലിയ വലിയ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ചെല്ലും തോറും പഠിക്കും. ഇപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നിലവിൽ പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ട ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ. അടുത്ത ഹെഡിങ് ഇതാണ്, സൂററ്റ് സ്പ്ലിറ്റ്. സൂററ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലമാണ്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ വിഭജിക്കുക അല്ലെങ്കിൽ രണ്ടായിട്ട് പിരിയുക. എന്താണ് സൂററ്റ് സ്പ്ലിറ്റ്? സൂററ്റ് രണ്ടായിട്ട് പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സ്ഥലം രണ്ടായിട്ട് പിരിച്ചു എന്നാണോ? അല്ല. എന്താണ് അവിടെ നടന്നതെന്ന് നമുക്ക് നോക്കാം. The national movement became stronger with agitations against the parties of Bengal. ഈ ബംഗാൾ വിഭജനത്തോടു കൂടി നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനങ്ങളുടെ ശക്തി എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു ഇന്ത്യ സ്വതന്ത്രമാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. പക്ഷെ അതിനൊക്കെ ഒരു ഐക്യക്കുറവുണ്ടായിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് പോകുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. എന്നാൽ ഈ ബംഗാൾ വിഭജനത്തോടു കൂടി ഈ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്തു? ഒരു ശക്തി കൈവന്നു, അല്ലെങ്കിൽ അത് സ്ട്രോങ്ങറായി മാറി, കൂടുതൽ സ്ട്രോങ്ങറായി മാറി. അപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വതന്ത്രമാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിന് എന്ത് ചെയ്തു? ശക്തി കൂടി, ആളുകൾക്കിടയിൽ ഒരു ഒത്തൊരുമ ഉണ്ടാവാൻ തുടങ്ങി. അപ്പം ഈ ബംഗാൾ വിഭജനത്തോടു കൂടി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നാഷണൽ മൂവ്മെന്റ് ബിക്കേം സ്ട്രോങ്ങർ. ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ശക്തമാവാൻ തുടങ്ങി. ഇൻ ദിസ് പീരീഡ്, ഈ കാലഘട്ടത്തിൽ, ഇൻ ദിസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ there was growing difference of opinion between the moderates and extremists. ചെറിയൊരു പ്രശ്നം ഉണ്ടായി. നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ലീഡേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെ പറ്റിയും പറഞ്ഞു,
മോഡറേറ്റ് ലീഡേഴ്സ്, എന്തോ മിതവാദികളും തീവ്രവാദികളും. ഇവർ രണ്ടുപേരുടെ ആശയങ്ങൾ ഡിഫറന്റ് ആയിരുന്നു. മിതവാദികൾക്ക് ഉണ്ടായിരുന്ന തരത്തിലുള്ള ആശയങ്ങളല്ല, അല്ലെങ്കിൽ ഐഡിയാസ് അല്ല ആർക്കുള്ളത്, തീവ്രവാദി വിഭാഗത്തിനുള്ള അല്ലെങ്കിൽ മോഡറേറ്റ്സ് വിഭാഗത്തിനുള്ളവർക്കുള്ള ആ ഒരു ഐഡിയ അല്ല ഈ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനുള്ളത്. അപ്പൊ ഇവര് തമ്മിലുള്ള ആശയങ്ങൾ തമ്മിൽ എന്തുണ്ടായി, വ്യത്യാസമുണ്ടായി. അതാണ് പറയുന്നത് ദേ വാസ് ഗ്രോയിങ് ഡിഫറൻസ്. അവിടെ ഒരു വ്യത്യാസം, അവർ തമ്മിലുള്ള ഒരു എന്താണ്, ഒരു ആശയക്കുഴപ്പം വളർന്നു വരാൻ തുടങ്ങി. ആർക്കിടയിൽ എന്റെ ഒപ്പീനിയൻ ബിറ്റ്വീൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ആർക്കൊക്കെ ഇടയിൽ, മോഡറേറ്റ്സിനും എക്സ്ട്രീമിസ്റ്റിനും ഇടയിൽ. ഇറ്റ് ലെഡ് ടു ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് അറ്റ് ഇറ്റ്സ് ഓൾ ഇന്ത്യ സെഷൻ അറ്റ് സൂററ്റ് ഇൻ 1907. ഇതിന്റെ ഭാഗമായി ഈ അഭിപ്രായ വ്യത്യാസം കാരണം 1907 സൂററ്റ്, ഗുജറാത്തിലെ സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗിൽ എന്തുണ്ട്, ഒരു പിളർപ്പുണ്ടായി, ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. ആളുകൾ രണ്ടായിട്ട് തിരിഞ്ഞു. പറയാൻ മനസ്സിലായി, സ്പ്ലിറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ സ്ഥലം സ്പ്ലിറ്റ് ചെയ്ത് പോയെന്നല്ല, അവിടെ കൂടിയ എന്തായിരുന്നു സമ്മേളനം. എവിടെയാ, 1907 ഗുജറാത്തിലെ സൂററ്റിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തില് ആളുകൾ എത്രയായിട്ട് തിരിഞ്ഞു, രണ്ടായിട്ട് തിരിഞ്ഞു. കാരണം എന്താ, ഇവർക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായി. ഈ സമരം ഇങ്ങനെ ചെയ്യണം, ഞങ്ങൾ പറയുന്ന രീതി ചെയ്യണം, നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ആളുകൾക്കിടയിൽ ഉണ്ടായി. ആർക്കിടയിൽ, മോഡറേറ്റ്സിനിടയിലും എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനും ഇടയിൽ ഉണ്ടായി. ഏത് സമ്മേളനത്തിന്റെ കാര്യം നമ്മൾ പറയുന്നത്, 1907 1907 എവിടെ വെച്ച് കൂടിയ, ഗുജറാത്തിലെ സൂററ്റിൽ വെച്ച് കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്തായിരുന്നു മീറ്റിംഗിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായി. It temporarily weakened the activities of national movement. ഇത് വീണ്ടും എന്തിനാ, ടെമ്പറലി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി. അപ്പൊ ഈ ഒരു ആളുകൾക്കിടയിൽ ഒരു ഐക്യം കുറവുണ്ടാവുകയല്ലേ, പ്രശ്നം ഉണ്ടാവുകയല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും നാഷണൽ മൂവ്മെന്റിന്റെ ശക്തി വീണ്ടും എന്ത് ചെയ്യും, കുറയും. അപ്പൊ ഈ സൂററ്റ് സ്പ്ലിറ്റ് വന്നപ്പോ നമ്മുടെ നാഷണൽ മൂവ്മെന്റിന്റെ ശക്തി പതുക്കെ കുറച്ച് താൽക്കാലികമായി, ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ശക്തി കുറയ്ക്കുക, അല്ലെങ്കിൽ ക്ഷയിപ്പിക്കുക. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ശക്തി കുറയ്ക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ താൽക്കാലികമായി ശക്തി കുറഞ്ഞു, അല്ല നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റിന്റെ ശക്തി കുറഞ്ഞു. എന്ത് കാരണമാണ്, സൂററ്റ് സ്പ്ലിറ്റ് കാരണമാണ്. സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടായത് എന്നാണ്, 1907 എവിടെ വെച്ച, ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് ഈ സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടായത്. ആരൊക്കെ ഇടയിലാണ്, എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനും മോഡറേറ്റ് ലീഡേഴ്സിനും ഇടയിലാണ് സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല മക്കളെ. ഇനി അടുത്ത ഹെഡിങ് നോക്കിക്കോ, ഹോം റൂൾ മൂവ്മെന്റ്സ്. മലയാളത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം. എന്താണ് ഈ ഹോം റൂൾ മൂവ്മെന്റ്സ്? The Congress supported Britain in the First World War with the hope that India would be granted autonomy after the war. കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാര്യം ചെയ്യുന്നത് എന്ത് ചെയ്യുന്ന അറിയാമോ? കോൺഗ്രസ് സപ്പോർട്ടഡ് ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്തു. എപ്പോഴാണെന്ന് അറിയാമോ? ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം. അതേപ്പറ്റിയൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. 1914 മുതൽ 1919 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന ഒന്നാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ. ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ബ്രിട്ടനെ ആര് പിന്തുണച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണച്ചു. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയാമോ? വിത്ത് ദ ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. എന്ത് പ്രതീക്ഷയോട് കൂടിയാ? ദാറ്റ് ഇന്ത്യ വുഡ് ബി ഗ്രാൻഡ് ഓട്ടോണമി ആഫ്റ്റർ ദ വാർ. യുദ്ധം കഴിഞ്ഞാൽ, വാർ എന്ന് പറഞ്ഞാൽ യുദ്ധം, ഓട്ടോണമി എന്ന് പറഞ്ഞാൽ സ്വയംഭരണ അധികാരം. ഇന്ത്യക്ക് സ്വയം, ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, ഇന്ത്യക്ക് സ്വയം ഭരിക്കാനുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് ഭരണം വിട്ടു നൽകും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി. ഇപ്പൊ നിലവിൽ ബ്രിട്ടീഷുകാരല്ലേ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറിയിട്ട് ഇന്ത്യക്കാർക്ക് സ്വയം ഇന്ത്യ ഭരിക്കാനുള്ള അവകാശം നൽകും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരെ സപ്പോർട്ട് ചെയ്തത്? ബ്രിട്ടനെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ. ഏത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഈ സമയത്ത് ഡ്യൂറിംഗ് ദിസ് ടൈം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് എന്ത് സംഭവിച്ചു? The home rule movements led by Annie Besant and Bal Gangadhar Tilak kept the national movement alive. ഈ സമയത്തും ഏത് സമയത്താ? ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണച്ചിരുന്ന സമയത്തും ഈ ഹോം റൂൾ മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് ആരൊക്കെ ചേർന്നുണ്ടാക്കിയതാ ഹോം റൂൾ മൂവ്മെന്റ്? ഇതും ഒരു പ്രസ്ഥാനമാണ് കേട്ടോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനമായ ഒരു പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. ഈ ഹോം റൂൾ മൂവ്മെന്റിനെ നയിച്ച രണ്ട് വ്യക്തികളാണ് ആനി ബെസന്റ് ആൻഡ് ബാലഗംഗാധർ തിലക്. ആനി ബെസന്റ് ആൻഡ് ബാലഗംഗാധർ തിലക്, ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഹോം റൂൾ പ്രസ്ഥാനം
നടത്തിക്കൊണ്ടുപോയത്. അപ്പൊ ഈ ഹോം റൂൾ പ്രസ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനം എന്ത് ചെയ്തു? എലൈവ് എന്ന് പറഞ്ഞ ജീവൻ നിലനിന്നു. ഇന്ത്യ സ്വതന്ത്രമാകണമെന്നുള്ള സമരം നമ്മുടെ രാജ്യത്ത് മൊത്തം ഇല്ലാതായതൊന്നുമില്ല. ഇന്ത്യ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചതോടുകൂടി എല്ലാ സമരങ്ങളും അവസാനിച്ചു, അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്ത് ആ ഒരു പ്രസ്ഥാനം നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു ശബ്ദം ഉയർത്തണ്ടേ? ആ ശബ്ദം ഉയർന്നത് ഏത് വഴിയാണ്? ഈ ഹോം റൂൾ മൂവ്മെന്റ് വഴിയാണ്. ആരൊക്കെ കാരണമാണ്? ബാൽ ഗംഗാധര തിലകും ആനി ബെസന്റുമാണ് ഈ ഹോം റൂൾ പ്രസ്ഥാനം, ഹോം റൂൾ മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ അവര് കാരണമാണ് ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത്. ഓക്കെ, ഇതിനകത്ത് ആനി ബെസന്റിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? അവരെ പറ്റി കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് മക്കളെ, നോക്കിയേ. ദ ഐറിഷ് ലേഡി ഹു വാസ് അട്രാക്റ്റഡ് ടു ദ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ടുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇൻ 1893. ഐറിഷ് എന്ന് പറഞ്ഞാൽ അയർലൻഡ്. ഐറിഷ് എന്ന് പറഞ്ഞാൽ എന്താ? അയർലൻഡ്. ഇവർ അയർലൻഡുകാരിയായ ഒരു ലേഡിയാണ്. അട്രാക്റ്റഡ് ടു ദ ഇന്ത്യൻ കൾച്ചർ, നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിൽ അവർ അട്രാക്റ്റഡ് ആയി, ആകൃഷ്ടരായി. ഇന്ത്യയുടെ സംസ്കാരം കണ്ട് അവർക്ക് ഇന്ത്യയോടൊരു വലിയ മതിപ്പ് തോന്നുകയും ആൻഡ് ടുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഇന്ത്യയുടെ പൗരത്വം, ഇന്ത്യക്കാരിയായി മാറി. 1893 ആനി ബെസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു, ഇന്ത്യക്കാരിയായി മാറി. ഓക്കെ, ഷി സ്റ്റാർട്ടഡ് ഹോം റൂൾ മൂവ്മെന്റ് ഇൻ 1916. ഇവരെ ഹോം റൂൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? 1916. 1916 ഹോം റൂൾ മൂവ്മെന്റ് ആര് തുടങ്ങിയത്? ആനി ബെസന്റ് ആരംഭിച്ചത്. ഓക്കെ, ഹോം റൂൾ മൂവ്മെന്റിലുള്ള ബന്ധങ്ങളൊക്കെ ഓർത്തിരിക്കുക. അടുത്ത് നോക്കാം. ലക്നൗ പാക്ട് എന്ന് പറഞ്ഞാൽ, പാക്ട് എന്ന് പറഞ്ഞാൽ ഉടമ്പടി അല്ലെങ്കിൽ ഒരു കരാർ എന്നൊക്കെയാണ്. ലക്നൗ ഉടമ്പടി എന്താണ് മക്കളെ? ഈ ലക്നൗ ഉടമ്പടി, ദ ലക്നൗ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് held in 1916 when the home rule movements were active. ആ സമയത്ത് 1916 ലക്നൗ, ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടന്നു. നേരത്തെ സൂറത്തിൽ വെച്ചൊക്കെ അന്ന് സമ്മേളനത്തെ പറ്റി പറഞ്ഞില്ല, അതുപോലെ ഒരു സമ്മേളനം 1916 ലക്നൌവിൽ വെച്ച് നടന്നു. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടന്നു. ആ സമയത്ത് തന്നെ ആയിരുന്നു എന്ത്? ഹോം റൂൾ മൂവ്മെന്റ്സ് വേർ ആക്റ്റീവ്. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 1916 ആനി ബെസന്റ് എന്ത് തുടങ്ങിയത്? ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്. അപ്പം ഹോം റൂൾ മൂവ്മെന്റ് ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ലക്നൌവിൽ വെച്ച് എന്ത് ചെയ്തു? കോൺഗ്രസിന്റെ സമ്മേളനം കൂടി. ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്സ് ഹു സ്പ്ലിറ്റ് ഇൻ ദ സൂററ്റ് സെഷൻ ഡിസൈഡഡ് ടു ഗിവ് അപ്പ് their difference of opinion and joined together. അവിടെ വലിയ കാര്യം സംഭവിച്ചു. എന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞു 1907 ഗുജറാത്തിലെ സൂറത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തില് മോഡറേറ്റ് ലീഡേഴ്സും എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സും തമ്മിൽ രണ്ടായി പിരിഞ്ഞിരുന്നു. ഓർമ്മയുണ്ടല്ലോ? സൂററ്റ് സ്പ്ലിറ്റ് നടന്നു. അവർ വീണ്ടും എന്ത് ചെയ്യുകയാണ്? ഒന്നിക്കുകയാണ്. അവരെന്താ പറയുന്നത്? ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്സ് ഹു സ്പ്ലിറ്റ് ഇൻ ദ സൂററ്റ് സെഷൻ. സൂററ്റ് സെഷൻ നടന്ന സമയത്ത് സ്പ്ലിറ്റ് ആയി പോയ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും എന്ത് ചെയ്തു? ഡിസൈഡഡ് ടു ഗിവ് അപ്പ് ദിയർ ഡിഫറൻസ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക. എന്തുപേക്ഷിക്കാൻ തീരുമാനിച്ചു? ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാൻ ചെയ്തു? ആൻഡ് ജോയിൻഡ് ടുഗദർ, എന്നിട്ട് അവർ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. ഏത് സമയത്ത്? 1916 ലക്നൌവിൽ നടന്ന സമ്മേളനത്തിലുണ്ടായ കാര്യം ഈ പറയുന്നത്. ഓക്കെ, ദേ ആൾസോ ഡിസൈഡഡ് ടു കോപ്പറേറ്റ് വിത്ത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇൻ ദ ആന്റി ബ്രിട്ടീഷ് അജിറ്റേഷൻ. അത് മാത്രമല്ല, ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു തീരുമാനം കൂടി എടുത്തു. ദേ ആൾസോ ഡിസൈഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. എന്ത് തീരുമാനിച്ചു? ടു കോപ്പറേറ്റ്. കോപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ സഹകരിക്കുക. ആരുമായി സഹകരിക്കുക? വിത്ത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. എന്തിന്? ഇൻ ആന്റി ബ്രിട്ടീഷ് അജിറ്റേഷൻ, ബ്രിട്ടീഷുകാർക്ക് എതിരായ സമരങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു പോരാടാൻ. അതായത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ഹോം റൂൾ മൂവ്മെന്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സും മോഡറേറ്റ് ലീഡേഴ്സും അങ്ങനെ രാജ്യത്തുള്ള എല്ലാ ശക്തികളും ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിൽ തീരുമാനിച്ചു? ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ തീരുമാനമെടുത്തു. ഇതിനെയാണ് മക്കളെ ലക്നൗ പാക്ട് അഥവാ ലക്നൗ ഉടമ്പടി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ ഇത്രയും കാര്യങ്ങളോടുകൂടി നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ്. ബാക്കി ഇനി സെമിനാറൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പറയുന്നത് എക്സ്ട്രാ വർക്കാണ്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് സ്വയമേ ഒന്ന് ചെയ്തു നോക്കുക. നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.
നമ്മുടെ ഒരു ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പൊ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു മാല പോലെ വായിച്ച് മനസ്സിലാക്കണം. ഇത് കൃത്യമായ ഒരു ഓർഡറിലാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പൊ ആ ഓർഡറിൽ നിങ്ങൾ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, മനസ്സിലത് ഓർത്തിരിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് ഇന്നത്തേക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വേണ്ടുന്ന കാര്യം മാത്രമല്ല, ഇത് ഭാവിയിൽ നിങ്ങൾക്ക് മത്സര പരീക്ഷകളിലും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിൽ ഒരു മാല പോലെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ച് മനസ്സിൽ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സംശയങ്ങൾ ചോദിക്കുക, നമുക്കപ്പോൾ ക്ലിയർ ചെയ്യാം. അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ നന്ദി.